ഹലോ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് പെപ്പർ കിച്ചൺ. ഇന്നത്തെ സ്പെഷ്യൽ ചെട്ടിനാട് പെപ്പർ ചിക്കൻ. വളരെ സ്പൈസി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കനാണിത്. നമുക്കിതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പം ചെട്ടിനാട് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ചൂട് കട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടായി വന്നാൽ നമുക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കാം. കടുക് ഒരു 1/2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. മുഴുവനായി കടുക് പൊട്ടിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂണോളം ക്യുമിൻ, അതായത് ജീരകം, അതുപോലെ അതിലേക്ക് 2 വലിയ സവാള, അത് കുഞ്ഞായി മുറിച്ചത്, അതും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. നമ്മൾ ഈ ഉള്ളി നല്ലൊരു ട്രാൻസ്ലൂസൻറ്റ് പരുവാകുന്നത് വരെ, നല്ലോണം ഒന്ന് വഴന്ന് വരുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്യാം. ഉള്ളി ഏകദേശം ഒന്ന് നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ഈ ഒരു പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഒന്ന് വഴന്ന് വരെ നമുക്ക് നല്ലോണം ഒന്ന് കുക്ക് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. 2 വലിയ തക്കാളിയാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. അത് നല്ല കുഞ്ഞായി അരിഞ്ഞിട്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് തക്കാളി നല്ലോണം കുക്കാകുന്നവരെ ഒന്ന് അടച്ച് വെച്ച് ലോ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ തക്കാളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. നമ്മളിതിൽ എത്ര ഉള്ളി എടുക്കുന്നോ അത്ര തന്നെ തക്കാളി എടുക്കണം. ഈക്വൽ ആണ് ഇതിൻ്റെ ഒരു റേഷ്യോ. ഇനി ഈ തക്കാളി ഇപ്പോൾ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ, 2 ടീസ്പൂൺ തൊട്ട് 3 ടീസ്പൂൺ വരെ, ക്യുമിൻ പൗഡർ ജീരകപ്പൊടി 1 ടീസ്പൂൺ, അതുപോലെ റെഡ് ചില്ലി പൗഡർ 1 ടീസ്പൂൺ, അതുപോലെ പെപ്പർ പൗഡർ ഒരു ക്രഷാണ്, പൗഡറല്ല, ഒരു ക്രഷ് ആയിട്ടുള്ള രൂപത്തിൽ, അത് ഒരു 1/2 ടീസ്പൂൺ. ഇത്രയിട്ട് ഇതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നല്ലോണം നമുക്കിതൊന്ന് വഴറ്റാം. ത്രൂ ഔട്ട് നമ്മൾ ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ഇവിടെ മീഡിയം പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു 3/4 കിലോളം ചിക്കൻ ഉണ്ട്. ഒരു ചിക്കൻ മുഴുവനാണ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത്. അത് മീഡിയം പീസസ് ആയിട്ടുള്ള. നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉള്ളി ആഡ് ചെയ്തപ്പോഴാണ് ഉപ്പ് ആഡ് ചെയ്തത്. അപ്പം ചിക്കനിന് കുറച്ചുകൂടെ ഉപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യാം. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ഉള്ളിയിൽ നിന്നും സവാളയിൽ നിന്നും ചിക്കനിൽ നിന്നും ഒക്കെ തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് അടച്ച് വെച്ച് ഇടയ്ക്കൊന്ന് തുറന്ന് അതിൽ ഒന്ന് ഇളക്കി കൊടുത്ത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ കുക്ക് ചെയ്യാം. നല്ലപോലെ വെള്ളം ഇറങ്ങി വരും. ഈ ഒരു രീതിയിൽ നമ്മളിത് നല്ലോണം കുക്ക് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളമൊക്കെ കട്ടിയാകുന്നത് വരെ നമുക്കിതിൽ വെച്ച് കുക്ക് ചെയ്യാം. അപ്പം നല്ലോണം വെള്ളം ഇറങ്ങി വന്നതിന് ശേഷം നമുക്കിത് തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്യാം. ഇത് ഡ്രൈ ആകുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യാം. ഇതിന് ഗ്രേവി അധികം ആവശ്യമില്ല ഈ ഒരു ചിക്കന്. ഇപ്പോൾ ഓയിലൊക്കെ മേലെ ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കറി ഏകദേശം ആയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആവേണ്ട ആവശ്യമുള്ളൂ. ഇപ്പം അത് ശരിക്കും ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കട്ടിയുള്ള ഒരു മസാലയായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ക്രഷ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി, കറിവേപ്പില, കുറച്ചധികം കറിവേപ്പില ഇത്രയിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഗരം മസാല ഒരു പിഞ്ച് ഇടുന്നില്ലെങ്കിൽ ആദ്യം നമുക്ക് കാർഡമം, സിനമൺ, ക്ലോവ്സ് ഇത് 3 നമുക്ക് ആദ്യം ഓയിൽ ചൂടായി വരുമ്പോൾ തന്നെ ആഡ് ചെയ്യാം, കടുക് പൊട്ടിയതിന് ശേഷം. അപ്പോൾ ഇത് ഇത്രയും ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കൂടെ മുളക് പൊടി ക്രഷ്, അതായത് കുരുമുളക് പൊടി ക്രഷ്, അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ സ്പൈസി ചെട്ടിനാട് പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അല്പം മല്ലിയിലയും കൂടെ ഒന്ന് വിതറി കൊടുക്കാം. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ
നമ്മുടെ സ്പൈസി പെപ്പർ ചിക്കൻ, ചെട്ടിനാട് പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ്, അതും നമുക്ക് വീട്ടിൽ എപ്പോഴും കിട്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു നല്ല റെസിപ്പി കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.